ആരും അധികം കോന്നി ആനത്താവളത്തിൽ നിന്ന് കാണാത്തൊരു കാഴ്ച കാണാൻ ഞങ്ങൾ പോകട്ടോ. കാണാൻ പറ്റുമെന്ന് തോന്നുന്നു, ജസ്റ്റ് പോയി നോക്കാം. ആനയ്ക്ക് ചോറ് കൊടുക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ 2 പേരെ കൊണ്ടുപോയിട്ട് പ്രിയദർശിനിയും മീനയല്ലേ ഈവേ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവരുടെ പുറകെ ഒന്ന് പോയി നോക്കാം. കിട്ടുമെങ്കിൽ ചോറ് കൊടുക്കുന്നതൊക്കെ ഒന്ന് കണ്ടിട്ട് എടുത്ത് നിങ്ങളെയും കാണിക്കാം. ഓക്കെ. നമുക്ക് ഒത്തിരി അടുത്ത് പോയി നിന്നിട്ട് എടുക്കാനുള്ള അനുവാദമില്ല, അതുകൊണ്ട് നമ്മളിത്ര ദൂരെ നിന്ന് എടുക്കുന്നത്. ഓക്കെ. ആനയ്ക്കിപ്പോൾ ഓരോ ഉരുളയായിട്ടാണ് സാധാരണ കണ്ടിട്ടുണ്ടായിരിക്കും. ആനയ്ക്ക് ഉരുളയായിട്ടാണ് ചോറ് കൊടുക്കുന്നത്. അപ്പം ആദ്യം കൊടുത്ത കൃഷ്ണയ്ക്കാണ്. കൃഷ്ണ ഇവിടുത്തെ ഒരു കുട്ടിക്കൊമ്പനാണ്. കൃഷ്ണയുടെ വിശേഷങ്ങൾ പറയാം. നല്ല രസമാണ് കൃഷ്ണയുടെ നിൽക്കുന്നത് കാണാൻ. നല്ല കോന്നി ആനത്താവളത്തിൽ വന്നവർക്കറിയാം, കൃഷ്ണ ഭയങ്കര ആട്ടവും തുള്ളലും ബഹളവുമായിട്ടൊക്കെ നമുക്ക് കാണാൻ ഭയങ്കര ഫണ്ണിയായിട്ട് തോന്നുന്ന ഒരാളാണ്. കൃഷ്ണയാണ് ഇപ്പം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ അടുത്ത ഇവയ്ക്കും കൊടുക്കുകയാണ് ഫുഡ്. 2 ഇവയ്ക്കും ചോറ് കൊടുക്കുന്നു. കണ്ട, ഇവയ്ക്ക് ആ ചേട്ടൻ ചോറ് കൊടുത്തു. ഇവയും കഴിച്ചു. ഫുഡൊക്കെ കൊടുത്തു. ആനകൾക്ക് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരെ തിരിച്ച് അവർ ആനക്കൊട്ടലേക്ക് തന്നെ കൊണ്ടുപോകുന്നു. താഴേന്ന് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടേ ഇതൊക്കെ മേലോട്ട് കൊണ്ടുപോയില്ല. ആനകളെ കൊണ്ടുപോയപ്പം കൃഷ്ണ നൈസായിട്ടൊരു ഓട്ടം എൻ്റെ നെഞ്ചൊന്ന് മാളി. ദൈവമേ, ഒന്നാതെ ഇവിടെ വരുമ്പോൾ ഇല്ല ഏറ്റവും കൂടുതൽ ഇങ്ങനെ തുള്ളിച്ചാടി ബഹളം വെച്ച് അനങ്ങിയിരിക്കുന്ന ഒരു ആനയാണ്. അവൻ്റെ ഓട്ടം ഓടിയപ്പം ഞാൻ ഞെട്ടി കേട്ടോ ശരിക്കും. ജിത്തു, നിനക്കൊരു കാര്യം അറിയോ? ഇപ്പം മീൻ ഇതിൽ നടന്നു പോയപ്പോഴേ നമ്മളിങ്ങനെ തപ്പിപ്പിടിക്കാൻ നോക്കിയതാണ്ട. അത് തപ്പിപ്പിടിക്കാൻ നോക്കുന്നതല്ല. ആനയ്ക്ക് കാഴ്ചശക്തി മറ്റു മൃഗങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണ്. പക്ഷേങ്കിൽ മണം ഭയങ്കരമായിട്ട് പിടിക്കും. അപ്പം മനുഷ്യരുടെ മണവും കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ. അപ്പം നമ്മൾ കോന്നി ആനക്കുട്ടി വന്നിട്ട് അടുത്ത ആൾ, അതായത് കോന്നി സോമനും സുരേന്ദ്രനൊക്കെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് ആകെപ്പാടെയുള്ള ഒരു കൊമ്പനാനയെന്ന് പറയുന്നത് കൃഷ്ണ മാത്രമാണ്. കൃഷ്ണ എന്ന കുട്ടി കൃഷ്ണയാണ്. ഇപ്പോഴും കുട്ടിക്കാൻ മാറ്റത്തില്ല. 9 വയസ്സെന്ന് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം 9, ഒരു 3-4 വയസ്സൊക്കെ കൂട്ടിക്ക് ഒരു 10-14 വയസ്സ് കാണാനും കൃഷ്ണയ്ക്ക്, അത്രയേ ഉള്ളൂ. വളരെ ആക്റ്റീവാണ് ആൾ. നമുക്ക് എപ്പോൾ നോക്കിയാലും നമ്മൾ ക്യാമറയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യും. എപ്പോൾ നോക്കിയാലും നമുക്ക് വേണ്ടി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോഴും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നൊരു കാറ്റഗറിയിൽപ്പെട്ട ആളാണ്. കണ്ട, പൊട്ടൊക്കെ തൊട്ട് സുന്ദരനായിട്ടിരിക്കുകയാണ്. അപ്പം കൃഷ്ണയെ കിട്ടിയേക്കുന്നതെന്ന് പറയുന്നത് തിരുവനന്തപുരം ഡിവിഷനിൽ പരുത്തിപ്പള്ളി റേഞ്ചിൽ കുട്ടപ്പാറയിൽ നിന്ന് 2014 കിട്ടിയ ആനയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ വന്ന് കണ്ട ചെറിയ സൗണ്ടൊക്കെ ഉണ്ടാക്കുക ആൾ ഭയങ്കര ആക്റ്റീവായിട്ട് ആ താഴെ നിന്നുള്ള ഫുഡ് കഴിച്ചിട്ട് അടുത്ത ഇവിടെ 2ാമത്തെ ഫുഡാണ്. അതായത് ആ താഴെ നിന്നുള്ളത് ഇവർക്ക് വേണ്ടിയുള്ള റേഷനാണ്. അതായത് ഇത്ര ശതമാനം അരി, ഇത്ര ടോണിക്ക്, ഇത്ര കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് കൊടുക്കുന്ന ഫുഡുകളാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ പച്ചയല്ല, അതായത് നമ്മുടെ പുല്ല് ചെത്തിയിട്ടിട്ട് അത് കൊടുക്കും. പിന്നെ കൊടുക്കുന്ന ഒരു ഇതെന്ന് പറയുന്നത് ഇവിടെ പ്ലാവിലയും കൊടുക്കും. ഇങ്ങനെ ഇതൊക്കെയാണ് ഇവിടുത്തെ ആനകൾക്കുള്ള പ്രധാനപ്പെട്ട ഫുഡുകളും കാര്യങ്ങളൊക്കെ. കൃഷ്ണപ്പരി പറയുന്നത് കൃഷ്ണ വളർന്നു വരുമ്പോൾ നല്ലൊരു കൊമ്പനായിരിക്കും. കാരണം ഇപ്പം തന്നെ കൃഷ്ണയ്ക്ക് ഏകദേശം 10 വയസ്സ് അല്ലെങ്കിൽ 14 വയസ്സ്, അതിന് ആ ഒരു ഗ്യാപ്പിൽ പ്രായമായിട്ടുള്ളൂ. ഇപ്പം തന്നെ എടുത്ത കൊമ്പും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കൃഷ്ണയ്ക്ക്. ഇപ്പോഴത്തെ കുട്ടിക്കളിയുടെ ഒരു കുറുമ്പും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചാൽ ആൾ സൂപ്പറാകും. വളർന്നു വരുന്നൊരു, അതായത് കോന്നി ആനത്താവളത്തിന് നല്ലൊരു ആനയായിരിക്കും വരുന്നതായിരിക്കും. പിന്നെ കുറി ശ്രദ്ധിച്ചോ, എൻ്റെ കുറി ഇട്ടേക്കുന്നുണ്ട് ആനയ്ക്ക്. കുറിയുടെ ഒരു പ്രസിദ്ധമായ കുറച്ച് ആനകളുണ്ട്. അതായത് ഉദാഹരണം പാമ്പാടി രാജന് പാമ്പാടി കുറി ഇട്ടില്ലെങ്കിൽ ഒരു വൃത്തിയില്ലെന്ന് പൊതുവേ പറയപ്പെടാറാണ്. അതുപോലെയാണ് കൃഷ്ണയുടെ ഒരു കുറിയുടെ ഒരു സ്റ്റൈല് വ്യത്യാസമാണ്. മറ്റുള്ള ആനകൾക്ക് ജസ്റ്റ് ഒരു കുറി മാത്രം തൊട്ടുവിടുമ്പോൾ കുറച്ച് ഡെക്കറേറ്റീവായിട്ട് ഇതിൻ്റെ ആനപ്പാപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിലും കൃഷ്ണയ്ക്ക് അത് നല്ലൊരു ചേരുന്നുണ്ടല്ലേ.
കോന്നി ആനക്കൂട്ടിൽ ഇപ്പോൾ ഏകദേശം 6 ആനകളുണ്ട് അല്ലേ? 5.5 ആനയെന്ന് കൂട്ടാം, മറ്റേ കുഞ്ഞനാണ്. അപ്പോൾ 6 ആനയിൽ 2 കൊമ്പനും 3 പിടിയാണുള്ളത്. പണ്ടത്തെ റേഷ്യോ ഏകദേശം അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പഴയപ്പോൾ കോന്നി സുരേന്ദ്രനും കോന്നി സോമനൊക്കെ ഉണ്ടായ സമയത്ത് ഇതുപോലെ തന്നെ ആനകളുണ്ടായിരുന്നു. ഇപ്പം പുതിയ, അതായത് കോന്നി സുരേന്ദ്രനെ ഇവിടെ നിന്ന് കൊണ്ടുപോയ ശേഷം പകരമായിട്ട് കിട്ടിയ ആനയാണ് നീലകണ്ഠൻ. നീലകണ്ഠൻ വിശേഷം നോക്കാൻ പറ്റും. നീലകണ്ഠൻ്റെ വിശേഷം എന്താണെന്ന് പറഞ്ഞാൽ, നീലകണ്ഠനെ കിട്ടിയേക്കുന്നത് നമ്മുടെ മലയാറ്റൂർ ഡിവിഷനിൽ നിന്നാണ്. മലയാറ്റൂർ ഡിവിഷനിൽ നിന്ന് കിട്ടിയിട്ട് 1996 കിട്ടിയതല്ലേ? അതെ, 96 കിട്ടി. 25 വയസ്സ് പ്രായമുണ്ട് ഇപ്പം നീലകണ്ഠൻ. 2021 അതായത് കോന്നി സുരേന്ദ്രനെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് നമുക്ക് കൈമാറ്റത്തിലൂടെ കിട്ടിയ ആനയാണ് നമ്മുടെ നീലകണ്ഠൻ. നീലകണ്ഠൻ എടുത്തിട്ട് അങ്ങനെ ആരെയാണ് കടത്തിയൊന്നും വിടുന്നില്ല, എനിക്ക് അറിയത്തില്ല എന്താണെന്ന്. പക്ഷേ ഇവിടെ കണ്ടിട്ട് ഭയങ്കര ശാന്തനൊക്കെയാണ് ആൾ. കഴിഞ്ഞ വട്ടം ഞങ്ങളിപ്പം നീരുകാലമായിരുന്നു, ശാപം ഒന്നും കെട്ടിയിട്ടേക്കുന്ന നീരുകാലത്തിൻ്റെ ആവശ്യം. ഇപ്പോൾ നീരുകാലമൊന്നുമല്ല ആൾ, പക്ഷേ എങ്കിൽ ആളെ കെട്ടി ഉറപ്പിച്ചേക്കാണ്. ആരെയും അവിടെ കടത്തി വിടുന്നില്ല ഏതായാലും. നമ്മൾ ആനത്താവളത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പം കാണുന്ന ഒരു ആർട്ട് ഗാലറിയാണ്. അത് നമ്മൾ കയറിപ്പോകാൻ കാണേണ്ടതാണ്, പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചില്ല. ഒരു ആനയാണല്ലോ നമ്മുടെ ഫേവറേറ്റ്. സോ നമ്മൾ ആനയിലേക്ക് പോയി. സോ ഇവിടെ മെയിനായിട്ടുള്ളത് ഒരു ആർട്ട് ഗാലറിയാണ്. എലിഫൻറ്റ് ആർട്ട് ഗാലറി എന്ന് പറഞ്ഞിട്ട് ആനയുടെ കൊണ്ട് ഉണ്ടാക്കി, അതായത് ആനയുടെ രൂപങ്ങളും ആനയുടെ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുവാണ്. അത് ഉണ്ടാക്കി വെച്ചാൽ പല പല വേസ്റ്റ് മെറ്റീരിയലും അങ്ങനെയുള്ള കാര്യങ്ങളും കൊണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു ആനയുണ്ട്. നമുക്കിനകത്ത് കയറി എന്തൊക്കെയാണത്തുള്ളത് നോക്കാം. സോ നമ്മളിപ്പം കണ്ടുപിടിക്കുന്നത് ഇവിടുത്തെ ആർട്ട് ഗാലറിയാണ്. ആർട്ട് ഗാലറി എന്ന് പറയുമ്പോൾ ഫുള്ളി ഫൈബറാണ്. ഓക്കെ. 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 നമ്മൾ ഈ തടിയുടെ ചിപ്സ് തടിയിൽ നിന്ന് എടുത്തിട്ട് അത് മെഴുകിയ മേളിൽ ഒട്ടിച്ച് വെച്ചേക്കാം. അത് ഇതെങ്ങനെ പുറത്തുനിന്ന് ചെയ്യിച്ചു കൊണ്ടുവരുന്നതാണോ? ഡൽഹി. ഓക്കെ. ഇതിപ്പോൾ എന്ന് നമ്മൾ തുടങ്ങിയത്? ഈ 2 വർഷത്തോളമായി. താഴെ ഉണ്ടായിരുന്നു മറ്റേ. ഓക്കെ, താങ്ക് യു. ഇല്ല, താഴോട്ട് പോവാം. ഓക്കെ. മെറ്റീരിയൽ. ഓക്കെ. ഇവിടെ ഒരു എലിഫൻറ്റ് മ്യൂസിയം ഉണ്ട്, കോന്നി എലിഫൻറ്റ് മ്യൂസിയം. അതായത് വളരെ ഫേമസ് ആയിട്ടൊരു സംഭവമാണ്. കാരണം എലിഫൻസിൻ്റെ അവശിഷ്ടങ്ങൾ അവർക്ക് ഉപയോഗിച്ച് അത് പ്രാചീന കാലത്ത് എങ്ങനെയാണ് എലിഫൻറ്റിനെ പിടിച്ചിരുന്നതും അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ ഡിസ്പ്ലേ ചെയ്തേക്കുന്ന സ്ഥലമുണ്ട് ഇവിടെ, എലിഫൻറ്റ് മ്യൂസിയം എന്ന് പറഞ്ഞിട്ട്. അവിടേക്കാണ് പോകുന്നത്. സോ അവിടേക്ക് നമ്മൾ കയറി ചെല്ലുന്ന സൈഡിൽ തന്നെ വേറൊരു വേസ്റ്റ് മെറ്റീരിയൽ, അതായത് നമ്മുടെ ഇരുമ്പിൻ്റെ വേസ്റ്റായിട്ട് വരത്തില്ല ഓരോ സാധനങ്ങൾ. വണ്ടി ഇപ്പോൾ ഇന്നത്തെ മെയിനായിട്ട് എനിക്ക് ഉപയോഗിച്ചേക്കുന്നത് നമ്മുടെ ബൈക്കിൻ്റെ ചെയിൻ്റെ സോക്കറ്റും അതങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടൊരു ആന ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ബാക്ക്ഗ്രൗണ്ടിൽ കാണാം. കാരണം ഇങ്ങനെ കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ
ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതിലും കൊള്ളാം. നമുക്കിനി മ്യൂസിയം കാണാൻ പറ്റും. നമ്മൾ നേരെ എക്സിബിഷൻ റൂമിലാണ്. എക്സിബിഷൻ റൂമിൽ എന്തൊക്കെയുണ്ടെന്ന് വിശേഷങ്ങളോ കാര്യങ്ങളോ, അത് എക്സിബിഷൻ റൂമിൽ എന്ന് പറയുന്നത് ആനയുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം നമുക്ക് എക്സിബിഷൻ റൂമിൽ കാണാം. നമുക്കത് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. അതായത് ആനയുടെ ഒരു ഫുൾ സ്ട്രക്ചർ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സ്കെൽറ്റണും കാര്യങ്ങളെല്ലാം വെച്ച് ഫുള്ളി ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ആനയുടെ എല്ലാ പാർട്സും തന്നെ ഉണ്ട്. ആനയ്ക്ക് വിരൽ വരെ ഉണ്ടെന്ന് നമുക്ക് ഇതിനകത്തോടാണ് മനസ്സിലാക്കുന്നത്. ആന ഫുള്ളി ഇതൊക്കെ എനിക്ക് നമ്മൾ സാധാരണ നോർമലി ആന കാണുമ്പോൾ നമുക്കറിയാം ആനയ്ക്ക് വിരലുകളൊക്കെ ഉണ്ടെന്ന്. പക്ഷേ ഇതിനകത്ത് നോക്കുമ്പോൾ നമുക്ക് സ്ട്രക്ചറിൽ കാണുമ്പോൾ, അതായത് അതിൻ്റെ സ്കെൽറ്റൺ കാണുമ്പോൾ മാത്രമേ നമുക്ക് ഇനി വിരലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാകത്തുള്ളൂ. അതെല്ലാം കൊള്ളാം. ഇപ്പോൾ നമ്മൾ അടുത്ത് വന്നിരിക്കുന്നത് പറയുന്നത് ഇതാണ്. അതായത് ആനയെ മെരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓരോരോ സാധനങ്ങളാണ്. അതായത് ഇത് നമുക്ക് ബേസിക്കലി നമ്മൾ കണ്ടുവരുന്ന ഇപ്പോഴത്തെ ജനറേഷൻ ഉപയോഗിക്കുന്നതായിട്ടുള്ള തോട്ടി, വലിയ തോട്ടി, അങ്ങനെ പല പല കൈൻഡ് ഓഫ് സാധനം. ഇതൊക്കെ നമ്മൾ സാധാരണ ആനകളുമായിട്ട് കണ്ടുവരുന്നതാണ്. ഇതെന്ന് പറയുന്നത് മത്താണ്. അതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഇവിടെ അടുത്തത് കാണിച്ചേക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് കൊമ്പ് ചുറ്റിയാണ്. എനിക്ക് തോന്നുന്നു ഈ ചില ആനകൾക്ക് കൊമ്പിന് ഇത് ഇഷ്യൂസ് എന്തോ വരുമ്പം കയറ്റിയിട്ട് ടൈറ്റ് ചെയ്യുന്ന അങ്ങനെ എന്തൊരു സാധനം ഞാൻ ചില ആനകൾ കണ്ടിട്ടുണ്ട് അങ്ങനെ. പക്ഷേ എനിക്ക് കറക്റ്റ് ഓർക്കുന്നില്ല എന്താണെന്നുള്ളത്. ഇത് തന്നെ ആനയുടെ കത്തി, അത് എപ്പോഴും ആന പവമാറിൽ ഇരിക്കുന്ന കണ്ടിട്ടുള്ളൊരു സാധനമാണ്. ആനയുടെ കത്തിയും കാര്യങ്ങളും. പിന്നുള്ളൊരു ഐറ്റം അവർ കാണിക്കുന്നത് അങ്കുശം എന്തിനാണെന്നുള്ളത് എനിക്കറിയത്തില്ല. പിന്നെ തോട്ടിയുടെ അറ്റത്തിരിക്കുന്ന ഒരു പോലെ തന്നെ ഇരിപ്പുണ്ട്. പഴയകാല തോട്ടിയാണോ എന്താ അറിയില്ല, അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. പിന്നുള്ള മുള്ളടക്കി എനിക്ക് ആനയെ മെരിക്കാനായിട്ടും, അതായത് ഇടഞ്ഞിരിക്കുന്ന ആനയെ ആ കാലങ്ങളിൽ മെരിക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടൊരു സാധനമാണെന്ന് തോന്നുന്നു. ഇത് പിന്നെ ഇടച്ചങ്ങല, നമ്മുടെ ആനയ്ക്ക് നോർമലി ഉപയോഗിക്കുന്ന ഇടച്ചങ്ങലയാണത്. ഇതാണ് ആനയുടെ പല്ലുകൾ. വേറായിട്ട് മാത്രം ആന വാ വിളിക്കുമ്പോൾ മാത്രം കണ്ടുവരുന്ന ആനയുടെ പല്ലുകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തായിട്ടുള്ള വളരെ രസകരമായി തോന്നിയാണ് നമ്മുടെയൊക്കെ കാലിൽ മുട്ടിൻ്റെ ചിരട്ട പോലെ തന്നെ ആനയുടെ കാലിൻ്റെ മുട്ടിൻ്റെ ചിരട്ട അവർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ഒരു ബൗള് പോലെയൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടിരിപ്പുണ്ട്. ഓക്കെ, അടുത്തൊരു സാധനം എന്ന് പറയുന്നത് ഇവിടുത്തെ ആനകൾക്ക് ഏറ്റവും പേടിയുള്ളൊരു സാധനമാണ്. അതായത് ആനക്കണി എന്ന് പറയുന്ന സാധനം നമ്മൾ ഇപ്പോഴും കണ്ടുവരുന്നുണ്ട്. അതായത് ആന ഇടഞ്ഞു എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ പത്രമൊക്കെ അയക്കുമ്പോഴേ ഈ എലിഫൻസ് കോഡ് ചെയ്തിട്ട് ആനയുടെ പുറയിൽ, അതായത് ആനയുടെ കാലിൻ്റെ പോയി ഒരു സാധനം ഇത് ക്ലിപ്പ് ചെയ്ത് ഇങ്ങനെ മുറുക്കുന്ന കണ്ടില്ലേ, അതാണ് ഈ സാധനം. ഇത് വന്ന് കറക്റ്റ് ലോക്ക് ആയി കഴിയുമ്പോൾ ആനയ്ക്ക് കാലനക്കാൻ പറ്റില്ല. ആനയ്ക്ക് കഴിയുമ്പോൾ ആനയ്ക്ക് കാല് നൂറും. അപ്പോൾ അങ്ങനെയാണ് ആന മെരിക്കുന്നത്. അതിനുവേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ് ആനക്കിണി എന്ന് പറയുന്നത്. ഇവിടെ ഇത്രയൊക്കെ ഉള്ളത് പറയാനായിട്ട്. പിന്നെ ഉള്ളത് ആനയുടെ മസ്തകവും, അത് ആനയുടെ സ്കള്ളാണ് ഒന്ന് വെച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പുറത്ത് വെച്ചിരിക്കുന്ന ആനയുടെ ലോവർ ജോ, താടിയെല്ലുമാണ് വെച്ചിരിക്കുന്നത്. ആ താടിയെല്ലിൽ തന്നെ പല്ലും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, പിന്നെ മേളിൽ എന്തോ വെച്ചിട്ടുണ്ട്, പക്ഷേ അതെന്താണെന്ന് വ്യക്തമല്ല. അതായത് ഇത്രയൊക്കെയാണ് ഇവിടുത്തെ ഈ ഒരു എക്സിബിഷൻ ഹോളിൽ നമുക്ക് കാണാനാണ് വേണ്ടിയുള്ളത്. വളരെ രസമുണ്ട്. നമുക്ക് വന്ന് നിൽക്കുമ്പോൾ ഒരു ഫോട്ടോ സെക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ബാക്കിലത്തെ ആ ഫോട്ടോ സെക്ഷൻ എടുക്കാം. പിന്നെ ആനയുടെ എവല്യൂഷൻ, എങ്ങനെയാണ് ആന ഉണ്ടായത്, മാമൂത്തുകളിൽ നിന്ന് മോഡേൺ എലിഫൻറ്റ് വരെയുള്ളത് എങ്ങനെ വരുന്നു, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് എവല്യൂഷൻ ഈസ് എൻ എക്സിബിഷൻ റൂമിൽ കാണാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇവിടെ ഒരു വാരിക്കുഴി രീതി കാണിച്ചിട്ടുണ്ട്. അതായത് ചെറിയൊരു മോഡൽ കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് ആന ആദ്യം വാരിക്കുഴി വീഴുന്നതും അവിടെ നിന്ന് വാരിക്കുഴിയിൽ നിന്ന് ആനയെ കയറ്റുന്നത് എങ്ങനെയാണെന്നോ അതും കാണിക്കുന്നു. അവിടെ നിന്ന് ആനയെ കയറ്റി നേരെ താപ്പാനയുടെ ഉപയോഗത്തുള്ള ആനക്കൂടിൽ എത്തിക്കുന്നിടം വരെയുള്ള ഒരു ഫുൾ ആ സൈക്കിളാണ് ഇവിടെ അവർ ഒരു മോഡലിംഗ് കാണിച്ചിട്ടുണ്ട്. അപ്പുറത്തെ ആ ഒരു മോഡലിൻ്റെ കൂടെ തന്നെ സെയിം ഒരു മോഡൽ ഇവിടെയും കാണിച്ചിട്ടുണ്ട്. അത് കൂപ്പ് തടി മുറിക്കൽ എങ്ങനെയാണെന്നുള്ളതാണ്. കൂപ്പ് തടി പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ മുറിച്ചുകൊണ്ടിരുന്ന രീതി, അതായത് ഫുള്ളി എങ്ങനെയാണ് ആൾക്കാർ ആദ്യം ചെന്ന് ടെൻറ്റ് കെട്ടി അവിടെ താമസിച്ച് ഓരോ തടികളായിട്ട് മുറിച്ച് ഈർമാടമൊക്കെ കെട്ടി, ഈർമാടമൊക്കെ സൂപ്പറായിട്ട്
വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. അവിടെ നേരെ ഇവിടെ പഴയ തടിലോറികളും കാര്യങ്ങളും ആനയുടെ സഹായത്തോടെ തടിലോറിയെ കയറ്റുന്നു. അങ്ങനെയുള്ള എൻഡ് ടു എൻഡ് എങ്ങനെയാണോ ഒരു ഫുൾ സൈക്കിൾ നടക്കുന്നത് കംപ്ലീറ്റ്ലി അവർ മോഡൽ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ തടി മുറിക്കുന്നുണ്ട്, അപ്പന്മാർ തടി മുറിക്കുന്നതൊക്കെ ഉണ്ട്. അതെല്ലാം A to Z എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൊള്ളാം കേട്ടോ, നല്ലൊരു മോഡലാണിത്. നമുക്ക് AV റൂമിലാണ്. AV റൂം എന്ന് പറയുമ്പോൾ കുറച്ച് ഇതാണ് പകരം നമ്മുടെ കാട്ടിലെ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ വോയിസും കാര്യങ്ങളൊക്കെ റെയറായിട്ട് കേൾക്കുന്ന വോയിസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കേൾക്കാൻ പറ്റും. എഴുതാൻ പിന്നെ ഫ്രൈഡേ പോന്നോ? വെയില പോണോ? സാധാരണ ഇവിടെ വരുമ്പോഴേ പൊന്നായുടെ സ്ഥിരം തട്ടകമാണിത്. കാരണം അവൻ ഇവിടെ വരുന്ന ആനയെ കാണാനോ അല്ല ഇതിനോ വേണ്ടിയോ അല്ല, അവൻ ഈ പാർക്കിൽ കിടന്ന് കളിക്കണം, അതിനുവേണ്ടി മാത്രം ഇവിടെ വന്നുകൊണ്ടിരുന്നവൻ. അവൻ വെയിൽ കണ്ടപ്പോൾ ഒരു മടി അങ്ങോട്ട് പോകാൻ. പിന്നെ കുട്ടിക്ക് ഇച്ചിരി സഭാകമ്പം ഉണ്ട്. 4 പേര് കൂടുന്നിടത്ത് കുട്ടി കുറച്ച് സൈലൻ്റ് ആവും. വീട്ടിൽ ഭയങ്കര തകർപ്പും മേളമാണെങ്കിലും അല്ലേ ഇത്, വീട്ടിൽ ഭയങ്കര തകർപ്പും മേളമാണെങ്കിലും പുറത്തിറങ്ങി ആശാൻ പാവാണ്. ആശാൻ ഒരു ശല്യമൊന്നുമില്ല, നമുക്ക് ഇങ്ങനെ നടന്നോളും. അപ്പോൾ നമുക്ക് പിന്നെ ഇനിയുള്ളത് ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇവിടെ ചെറിയൊരു കഫേയും കാര്യങ്ങളും ഉണ്ട്. അതായത് ഇങ്ങനെ വരുന്നവർക്ക് വേണ്ടിയുള്ള ചെറിയ സ്നാക്സും കാര്യങ്ങളും, വലിയ കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് സ്നാക്സും കാര്യങ്ങളൊക്കെ അവർക്ക് ഇവിടെ നിന്ന് കഴിക്കാനുള്ള രീതിയിൽ ഒരു വനശ്രീയുടെ കഫേയും കാര്യങ്ങളും ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നേരെ നമുക്കപ്പുറം ചെറിയൊരു ഗാർഡൻ പോലെ ഉണ്ട്. പല പല വൃക്ഷങ്ങളുടെ നക്ഷത്ര വൃക്ഷങ്ങളാണെന്ന് തോന്നുന്നു. ഞാൻ ജസ്റ്റ് വന്ന കഴിയുന്ന കണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ കയറി കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. നിനക്ക് നിൻ്റെ നാളിനോട് പറ്റിയ ചെടിയാണെന്നറിയോ? നിൻ്റെ നാളിൻ്റെ ചെടിയാണെന്നറിയോ? ഇല്ല. നിങ്ങൾക്കറിയോ? അടുത്ത ലൈൻ വായിക്കണം. ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോ വൃക്ഷങ്ങളുണ്ട്. ഉണ്ട്. അശ്വതിക്ക് കാഞ്ഞിരം, ഭരണി നെല്ലിക്ക, കാർത്തിക അത്തി, രോഹിണി ഞാവൽ, അങ്ങനെ എല്ലാ നമ്മുടെ നക്ഷത്രങ്ങൾക്കും ഓരോ മരങ്ങളുണ്ട്. ഓക്കെ, ആ മരങ്ങളൊക്കെ നമുക്കിതിനകത്ത് കാണാൻ പറ്റും. നമുക്ക് ആ മരം അകത്ത് കണ്ടിട്ട് വരാം. ഓക്കെ, ബാ. എല്ലാവർക്കും ആനക്കോട് വിശേഷങ്ങൾ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കോന്നി സീരീസിലെ ഫസ്റ്റ് വീഡിയോ മാത്രമാണിത്. കോന്നിയിൽ ഇനിയും കാണാൻ ഒത്തിരി കാര്യങ്ങൾ ഇനി കോന്നിയിലുണ്ട് കാണാൻ. നമ്മൾ വെള്ളച്ചാട്ടങ്ങളും കൊണ്ട് കൊട്ടവഞ്ചി സവാരികളുണ്ട്, അതുപോലെ കാട്ടിലൂടെ യാത്രകളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ വീഡിയോയിൽ തേക്കുതോട്ടങ്ങൾ വരുന്നുണ്ട്. അപ്പം എല്ലാ വീഡിയോയിലും ഞങ്ങളുടെ കൂടെ ഉണ്ടാകാൻ യാത്ര ചെയ്യണം. ഞങ്ങളോട് യാത്ര ചെയ്യാനായി ഞങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൽക്കാലം വിട പറയുന്നു. പുതിയ വീഡിയോയുമായി ഉടനെ എത്താം. ബൈ ബൈ, സീ യു.